ഹായ് എവരിവൺ. കുറച്ച് ടെൻഷൻ അടിച്ച് ചെയ്തൊരു ചെറിയ ഹോളി കമ്മ്യൂണിയൻ ടേബിൾ സെറ്റാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഫറൻസ് പിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് 2 kg കേക്ക് 6 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ടോൾ കേക്ക് ചെയ്യുന്നത്. അതിൻ്റെതായ ടെൻഷനോടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമില്ല, അത് ഫിനിഷ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു പാലനൈവ് ഡിസൈൻ ആയിരുന്നു. അതും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്ത് ഫൈനൽ ലുക്ക് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോപ്സും സിക്കിൾസും ആണെങ്കിലും അവർ റെഫറൻസ് പിക്ക് തന്നു, അതുപോലെ തന്നെയാണ് ചെയ്തത്. എല്ലാവരും വൈറ്റ് തീമിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിലൊരു ക്രോസ് വെക്കണമെന്ന് പറഞ്ഞത് കുറേ അന്വേഷിച്ചെങ്കിലും ഇപ്പോൾ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ടോപ്പിൽ 2-3 വൈറ്റ് ഫ്ലവേഴ്സും 2 ലീഫും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ കേക്ക് കൊണ്ടുപോയത് കസ്റ്റമറിൻ്റെ റിലേറ്റീവ് കൂടിയായിരുന്നു. റിലേറ്റീവ് കേക്ക് ഹാൻഡിൽ ചെയ്ത് തന്നെ അശ്രദ്ധമായിട്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നുള്ളത്. എന്തായാലും വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കേക്ക് അവരപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. പാർട്ടി ടൈം ആയപ്പോഴാണ് പിന്നെ എടുത്തത്. പിന്നെ അധികം ചെരിഞ്ഞില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. എന്തായാലും കുറച്ച് ഗസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ട്രെൻഡാണോ ചെരിഞ്ഞിരിക്കുന്നത്, കാണാൻ ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. നല്ല ടെൻഷനായിരുന്നു ചെരിഞ്ഞു പോയെന്ന് കേട്ടപ്പം. ആ ചെരിഞ്ഞ കേക്കിൻ്റെ ഫോട്ടോ അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. എന്തായാലും ഫൈനൽ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. കേക്ക് ചെരിഞ്ഞു പോയെന്ന് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കേക്കിന് അവസാനം ഇങ്ങനെ സംഭവിച്ചെന്ന് നിൽക്കുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്